നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം VS മുരാരിത്തന്ത്രി. ഒരുപാട് പേരുടെ സംശയമാണ് ഗൂഢതന്ത്രം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടോ, ആഭിചാരം ചെയ്യുക എന്ന് പറയുന്നത് സത്യമാണോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ഗണപതി ഹോമം ചെയ്യുന്നു, മൃത്യുഞ്ജയം ചെയ്യുന്നു, മഹാസുദർശനം ചെയ്യുന്നു, വീടിന് സ്ഥലരക്ഷ ചെയ്യുന്നു, അല്ലെങ്കിൽ വീടിന്റെ ദോഷങ്ങൾക്ക് പരിഹാരമായി പഞ്ചശിരസ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഉള്ള ഒരു നിഗൂഢമായ തന്ത്ര പ്രയോഗമാണ് ഗൂഢതന്ത്രം. നമ്മൾ നാട്ടുഭാഷയിൽ പറയാറുണ്ട് കൂടുപാത്രം. ഇപ്പം ഒരു വളരെ വിവാദമായൊരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രകൃതിയിൽ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിന് ഒരു നെഗറ്റീവും ഉണ്ട്. നമ്മൾ വേദങ്ങൾ തന്നെ പഠിക്കുമ്പോൾ ഋഗ്, യജുർ, സാമം, അഥർവം ഇങ്ങനെയുള്ള 4 തരം ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ അഥർവ വേദികൾ ചെയ്യുന്ന പലതരത്തിലുള്ള നിഗൂഢമായ മന്ത്രവിധികൾ ഉണ്ട്. അതിൽ അനുഭവസ്ഥന്മാരും ഒരുപാട് പേരുണ്ട്. പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണത്. അപ്പം എല്ലാവരും അറിഞ്ഞിരിക്കുക, ഒരു ക്ഷേത്ര ദർശനം നമ്മൾ നടത്തുമ്പോൾ അവിടുന്ന് പോസിറ്റീവ് കിട്ടുന്നത് പോലെ അതിൻ്റെ നെഗറ്റീവായ മറ്റൊരു ഭാഗമാണ് നിഗൂഢമായ തന്ത്ര പ്രയോഗം. അത് പുരാതന കാലം മുതൽ, വേദേതിഹാസ കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നവർ ഉണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാമനക്ഷത്രാദികൾ വച്ച് മറ്റൊരാൾ കർമ്മം ചെയ്യുന്നു എന്നുള്ളതല്ല ധരിക്കേണ്ടത്. നമ്മൾ ധരിക്കേണ്ടത് നമ്മുടെ നാമനക്ഷത്രാദികൾ ഇല്ലെങ്കിലും അവരെ ശത്രുഭാവത്തിൽ വന്നു ഭവിക്കുന്നതായ ചില നെഗറ്റീവുകൾ പലതരത്തിൽ അവർ ചെയ്തു കൊണ്ടുവന്നിരുന്നു. അത് പൂർണ്ണമായ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട്. അപ്പം ഗൂഢമായ തന്ത്രം അന്നും ഇന്നും എന്നും നിലനിൽക്കുന്നു. അത് ചെയ്യുന്ന വ്യക്തികളും ക്ഷേത്രങ്ങളും മറ്റ് ഇതര സ്ഥലങ്ങളും ജാതി മത ഭേദമന്യേ ചെയ്യുന്നുണ്ട്. എല്ലാ മതത്തിലും ഈ ഗൂഢമായ തന്ത്രം ചെയ്യുന്നവരുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടാം. നന്ദി, നമസ്കാരം.